അമേരിക്കയുടെ ഇറാൻ ആക്രമണം, അത് നമ്മൾ പല ആൾക്കാരും പല മീഡിയയൊക്കെ ഉദ്ദേശിച്ചു അവരെത്രയും പെട്ടെന്ന് അറ്റാക്ക് ചെയ്യും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, അമേരിക്ക എന്നൊരു പറയുന്നൊരു രാജ്യം ഒരു കോൺഫ്ലിക്റ്റിൽ ഒരു രാജ്യത്തെ ആക്രമിക്കുമ്പോഴും നമ്മൾ ന്യൂസിലെ കണ്ടതാണ്, അവരതിൻ്റെ പ്രിപ്പറേഷനുണ്ട്, തയ്യാറെടുപ്പുണ്ട്, അമേരിക്കൻ ബേസുകളുണ്ട്. ഈ പറയുന്ന ഇറാനടുത്തുള്ള ഖറ്റാറിലുണ്ട്, സൗദി അറേബ്യയിലുണ്ട്, മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിലുണ്ട്, അതേപോലെ അമേരിക്കൻ പൗരന്മാരുണ്ട്, മറ്റുള്ള രാജ്യക്കാരുണ്ട്. ഇറാനിൽ ഏകദേശം 10,000-ഓളം ഇന്ത്യക്കാരുണ്ട്. ഇന്ത്യൻ എംബസി അവിടെ ആക്റ്റീവാണ്. ഇതിനൊക്കെ ഒരു സമയമുണ്ട്. കാരണം ഇവരെ മാറ്റണം, ഈ രാജ്യങ്ങൾക്ക് ട്രാവൽ മെമ്മോ കൊടുക്കണം, അഡ്വൈസറി കൊടുക്കണം. അതേപോലെ തന്നെ ഈ രാജ്യങ്ങൾ അവരുടെ പൗരന്മാരോട് പറയുന്നു മാറാനുള്ള സമയം വേണം. കാരണം ഇതിനൊരു ടൈം പീരീഡ് ഉണ്ട്. പെട്ടെന്ന് കയറിയൊന്നും അറ്റാക്ക് ചെയ്തില്ല, പെട്ടെന്ന് ചാടി കയറിയൊന്നും. ഈ പറയുന്ന പല രാജ്യങ്ങളും ഒരു രാജ്യത്തിൻ്റെ അവിടെയുള്ള ഡൊമസ്റ്റിക് പൊളിറ്റിക്കൽ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് ആൾക്കാരെ ഇങ്ങനെ വെടിവെച്ചു കൊല്ലും. നിങ്ങളതിൻ്റെ റിപ്പോർട്ട്സ് വായിച്ചു കാണും. അതായത് അമേരിക്ക തന്നെ പറയുന്നു ഹ്യൂജായിട്ട് ആൾക്കാർ കൊല്ലപ്പെട്ടു. ചില കണക്കുകൾ പറയുന്നു, റസ പലവി ഷാ അദ്ദേഹം പറയുന്നു ഏകദേശം 12,000 പേരെയാണ് ഇറാനിയൻ പട്ടാളക്കാരും, മറ്റൊരു കൂട്ടർ വരെ പറയുന്നു ഇറാനിയൻ പട്ടാളക്കാർ ഇവരെ നേരിടാൻ തയ്യാറായിരുന്നില്ല, വെടിവെക്കാൻ തയ്യാറായിരുന്നില്ല. പകരം ഈ പറയുന്ന ഷിയ റെജീം അവർ അറബ് മിലിഷ്യ ഗ്രൂപ്പിനെയാണ് റിക്രൂട്ട് ചെയ്ത് അവരെ കൊണ്ടാണ് ഫയർ ചെയ്യിപ്പിച്ചത്. അങ്ങനെ പല രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് അറിയുന്നത്, അമേരിക്കൻ പ്രസിഡന്റ് ഇന്റർനാഷണൽ മീഡിയയോട് പ്രസ് ബ്രീഫിങ്ങിൽ പറഞ്ഞിരിക്കുന്നത് ഇറാൻ അവിടെ എക്സിക്യൂഷൻ നടത്തുകയില്ല. പക്ഷെ അതിനുശേഷം നമ്മൾ നോക്കേണ്ടതാണ്, അതിന് മുമ്പും അവർ എക്സിക്യൂഷൻ നടത്തി പല ആൾക്കാരെയും അവർ തൂക്കിക്കൊല്ലുകയും വെടിവെച്ച് കൊല്ലുകയും കഴുത്തറുത്ത് കൊല്ലുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ വീഡിയോയുടെ പ്രധാന കണ്ടന്റ് എന്ന് പറയുന്നത്, ഉറപ്പായിട്ടും അമേരിക്ക അറ്റാക്ക് ചെയ്യും. കാരണം അമേരിക്കയ്ക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. അവിടെയുള്ള ജനങ്ങൾ ഒന്നടങ്കം ഖമേനി ഡെത്ത്, ഇസ്ലാം ഡെത്ത് എന്ന രീതിയിലാണ് മൂവ് ചെയ്യുന്നത്. കാരണം കറക്റ്റ് ടൈമിംഗ് ആണ്. കാരണം അമേരിക്കൻ സേനയ്ക്ക് വലുതായിട്ടൊന്നും പ്രയാസപ്പെടേണ്ടി വരത്തില്ല. ചിലപ്പോൾ അവരുടെ അന്തർവാഹിനികളിൽ നിന്നും അതേപോലെ തന്നെ വാർഷിപ്പുകളിൽ നിന്നും മിസൈൽ ആക്രമണമായിരിക്കും ഉണ്ടാകാൻ സാധ്യത. അതേപോലെ തന്നെ എയർക്രാഫ്റ്റുകൾ അവർ ഉപയോഗിക്കും. ചില കാര്യങ്ങൾ നിങ്ങൾ വായിച്ചു കാണും, അമേരിക്കൻ ബേസ് ഖറ്റാറിൽ നിന്നും മാറ്റി. അതെങ്ങോട്ട് മാറ്റി എന്നവർ പറയുന്നില്ല പബ്ലിക്കായിട്ട്. കാരണം ഖത്തറിലോട്ട് ഡയറക്റ്റായിട്ട് അമേരിക്കൻ ബേസിനെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അമേരിക്കൻ പൗരന്മാരോടും ഖത്തർ എംബസിയോടും, അത് അമേരിക്കയിലുള്ള ഖത്തർ എംബസിയോടും അവിടുന്ന് താൽക്കാലികമായിട്ട് അടച്ചുപൂട്ടാൻ പറഞ്ഞു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ചില പോയിന്റുകളുണ്ട്. അമേരിക്ക അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് ഇറാന് അമേരിക്കയിലോട്ട് അയക്കാനുള്ള മിസൈലും ഒന്നും അവരുടെ കയ്യിലില്ല. ഒന്നാമത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് അവരെവിടാണ് അറ്റാക്ക് ചെയ്യുന്നത്? ഉറപ്പായിട്ടും അവർ അറ്റാക്ക് ചെയ്യുന്ന അമേരിക്കൻ ബേസുകളും അമേരിക്കയുടെ അലയൻസ് പാർട്ട്നേഴ്സ് അവരെ അറ്റാക്ക് ചെയ്യും. പ്രത്യേകിച്ച് UAE, സൗദി അറേബ്യ അങ്ങനെയുള്ള രാജ്യങ്ങൾ. ആ രാജ്യങ്ങളെ അറ്റാക്ക് ചെയ്യുമ്പം ആ രാജ്യങ്ങളിലെ ഓയിൽ റിഫൈനറിയും ഓയിൽ ബോക്സ് ഇവിടൊക്കെ ആയിരിക്കും അവർ മിസൈൽ കൊണ്ട് അറ്റാക്ക് ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഈ പറയുന്ന രണ്ട് രാജ്യങ്ങളിലും അമേരിക്കൻ ബേസും അമേരിക്കൻ പ്രതിരോധ ആയുധങ്ങളും ഉണ്ട്. അലയൻസ് പാർട്ട്നേഴ്സാണ്, എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഈ ഒരു പരിധിക്ക് കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഇതൊന്നും തടുക്കുക, അതായത് പൂർണ്ണമായിട്ട് തടുക്കാൻ പറ്റത്തില്ല. അതായത് UAE ആണെങ്കിലും സൗദി ആണെങ്കിലും ഇവർ ഭയന്നിരിക്കുകയാണ്. പക്ഷെ ഇസ്രായേൽ പൂർണ്ണമായിട്ട് പ്രിപ്പയർഡാണ്. അപ്പം ഇതിനകത്ത് അമേരിക്കയ്ക്കും താല്പര്യം ഇസ്രായേൽ ഇതിനകത്ത് ആക്റ്റീവ് ആകണം. ഇതിനകത്ത് ആക്റ്റീവ് ആകാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ഇറാൻ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യണം. ഇറാൻ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീടൊരു കാര്യം പറയാം, അമേരിക്കൻ അറ്റാക്ക് പോലെ അല്ല ഇസ്രായേലി അറ്റാക്ക്.
അത് നമ്മൾ പലയിടത്തും കണ്ടു. അതായത് യമനിലെ ഹൂത്തികളെ എങ്ങനെയാണ് അമേരിക്ക അറ്റാക്ക് ചെയ്തത്, എങ്ങനെയാണ് ഇസ്രായേൽ അറ്റാക്ക് ചെയ്തത്, രണ്ട് വ്യത്യസ്തമായിരുന്നു. അതായത് ഇസ്രായേൽ ഹൂത്തികളുടെ നടുവോടിച്ച് അവരുടെ മന്ത്രിമാരെ എല്ലാവരെയും കൊന്നു ഊരകളാണ്. പക്ഷെ അമേരിക്ക അങ്ങനെ അല്ലായിരുന്നു ഹൂത്തികളുടെ മുകളിൽ അറ്റാക്ക്. ഇതാണ് രണ്ട് അറ്റാക്കിൻ്റെ വിധം. കാരണം അഗ്രസീവായിട്ടാണ് ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുന്നത്. എയർ അറ്റാക്ക് ആണെങ്കിൽ അവരുടെ ഡിഫൻസ് കേപ്പബിലിറ്റി മാക്സിമം ഉപയോഗിച്ച് വല്ലാത്ത രീതിയിൽ തകർത്ത് തരിപ്പണമാക്കി കളയും. ഇപ്രാവശ്യം ഇസ്രായേലിന് കിട്ടിയിരിക്കുന്ന ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്, അതായത് ഈ അറ്റാക്ക് അമേരിക്ക അറ്റാക്ക് ചെയ്യുകയും ഇറാൻ റിട്ടാലിയേഷൻ്റെ ഭാഗമായിട്ട് അമേരിക്ക ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ ഭാഗമായിട്ട് ഇസ്രായേലിനെയോ UAE, കാരണം UAE അറ്റാക്ക് ചെയ്യും. അവിടെയുള്ള മലയാളികൾ ഇന്ത്യക്കാരും കരുതിയിരിക്കും UAE അവർ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് അബുദാബിയെയും ദുബായ്, കാരണം രണ്ട് സിറ്റികളാണ്, രണ്ട് വൈബ്രൻറ്റ് സിറ്റികളാണ്. ഒരു എക്കോണമിക് സിറ്റിയാണ് ദുബായ്. ഏഷ്യയിലെ തന്നെ ഒരു എക്കണോമിക് ഹബ്ബായിട്ട് വളർന്നു വരുന്ന സിറ്റിയാണ്. പിന്നെ ഓയിൽ സിറ്റിയാണ് അബുദാബി. അവരുടെ പവർഫുൾ ആയിട്ടുള്ള സിറ്റിയാണ്. കാരണം UAE ഭരിക്കുന്ന കുടുംബാംഗങ്ങൾ, രാജകുടുംബാംഗങ്ങളെല്ലാം ജീവിക്കുകയും താമസിക്കുകയും ചെയ്യുന്ന UAE ആണ്. മോഡറേറ്റ് ആയിട്ടുള്ള ഇസ്ലാമിക രാജ്യമാണ്. അതിനെ പൂർണ്ണമായിട്ട് എതിർക്കുന്ന രാജ്യമാണ് ഇറാൻ, പ്രത്യേകിച്ച് സുന്നി രാജ്യമാണ്. മനസ്സിലാക്കുക, അറ്റാക്ക് നടക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇറാനിയൻ അവരുടെ മിസൈലുകൾ UAE-യിൽ പതിക്കുവാനും അബുദാബിയിലും ദുബായിലും പതിക്കുവാൻ സാധ്യതയുണ്ട്. കരുതിയിരിക്കുക. കാരണം ഇൻ്റർനാഷണൽ മീഡിയ ഒക്കെ ആ രീതിയിലാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്താണ് സൗദി പറയുന്നത്? എങ്ങനെയെങ്കിലും അറ്റാക്ക് ഒഴിവാക്കും. അത് പരസ്യമായിട്ടേ പറയുന്നുള്ളൂ, രഹസ്യമായിട്ട് പറയുന്നില്ല. കാരണം സൗദിക്ക് ഒരു കാരണവശാലും ഇറാനെ പോലെയുള്ളൊരു രാജ്യം ഹൂത്തികളെ കൊണ്ടും മറ്റുള്ള പ്രോക്സികളെയും കൊണ്ടും പൊറുതിമുട്ടിയ രാജ്യമാണ് സൗദി ആണെങ്കിൽ UAE ആണെങ്കിൽ. അപ്പോൾ ഇറാനിയൻ റെജീം പോകണമെന്ന് താല്പര്യമുള്ള രാജ്യമാണ് ഈ സൗദി ആണെങ്കിൽ UAE. ഉറപ്പായിട്ടും അമേരിക്കൻ അലയൻസ് പാർട്ട്നേഴ്സാണ്. പൂർണ്ണമായിട്ടും അമേരിക്ക ഈ കാര്യത്തിൽ അവർ പുറത്ത് പറയുന്നതല്ല, പക്ഷെ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് സൗദി പറയുന്നത് അതാണ് അതിൻ്റെ പ്രധാനം. കാരണം ഇറാനിയൻ മിസൈലുകൾ സൗദിയിൽ വീഴാതിരിക്കാൻ അവർ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് സൗദി പരസ്യമായിട്ട് പെട്ടെന്നുള്ള അമേരിക്കൻ ആക്രമണത്തെ അതിനെതിരെ നെഗോഷിയേറ്റ് ചെയ്യണമെന്നൊക്കെ പറയുന്നത്. ഖത്തറിനും ഈ പറയുന്ന പോലെ പ്രത്യേക ഈ ആക്രമണത്തെ പേടിയാണ്. കാരണം ഒരു ചെറിയ രാജ്യമാണ്, ഓയിൽ വിറ്റ്, അതായത് ഗ്യാസ് വിറ്റ് ജീവിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അവരുടെ ആ ഫെസിലിറ്റീസിനെ അമേരിക്കയുടെ അലയൻസ് പാർട്ട്നേഴ്സ് എന്ന രീതിയിൽ അറ്റാക്ക് ചെയ്താൽ അവർക്കും അത് പ്രശ്നമാണ്. ഒരു കാര്യം പറയാം, ഈ ഒരു സ്റ്റെപ്പോടുകൂടി, അതായത് അമേരിക്ക ഇറാനെ അറ്റാക്ക് ചെയ്യുന്നതോടുകൂടി പുതിയ മറ്റൊരു ജിയോ പൊളിറ്റിക്സ് വെസ്റ്റ് ഏഷ്യയിലും മിഡിൽ ഈസ്റ്റ് ഏഷ്യയിലും ഉണ്ടാകാൻ പോവുകയാണ്. പൂർണ്ണമായിട്ടും ഇസ്രായേൽ ഈ കാര്യം ഏറ്റെടുത്ത് ഇറാനെ തകർക്കുകയാണെങ്കിൽ റെജീം ചേഞ്ച് ചെയ്യും. അതായത് അവിടെ ഭരിക്കുന്ന ആൾക്കാർ പൂർണ്ണമായിട്ടും മാറേണ്ടി വരും. അവരെങ്ങോട്ടെങ്കിലുമൊക്കെ അങ്ങ് പോകും. പിന്നീട് ഉണ്ടാകുന്ന ഭരണം എന്ന് പറയുന്ന റസ പലവി അല്ലെങ്കിൽ മറ്റുള്ള അമേരിക്കൻ അനുകൂല നിലപാടുള്ളവരായിരിക്കും പിന്നീട് ഇറാനിൽ വരുന്നത്, താൽക്കാലിക ഗവൺമെൻറ്റായിട്ട് വരുന്നത്. അപ്പം അത് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇന്ത്യക്കും ഉണ്ടാകാൻ പോകുന്നത് ചോദ്യമാണ്. നിങ്ങൾക്കറിയാം, അപ്പോൾ ഈ സാങ്ഷൻ, ഈ പ്രശ്നമൊക്കെ വന്നതിന് മുമ്പ് ഇന്ത്യ ഏറ്റവും കൂടുതൽ, അതായത് മറ്റുള്ള മിഡിൽ ഈസ്റ്റ് ഏഷ്യ മറ്റുള്ള കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചീപ്പായിട്ട് ഓയിൽ വാങ്ങിക്കൊണ്ടിരുന്നത് ഇറാനിയതാണ്. പക്ഷെ അമേരിക്കൻ പിന്തുണയുള്ള ഒരു അതായത് ഒരു ഭരണാധികാരി വന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യയെ ബാധിക്കും. പക്ഷെ അത് പാകിസ്ഥാനെയും ചൈനയ്ക്കും, ഇന്ത്യയും ചൈനയും അത് ബാധിക്കും എന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. പക്ഷെ അത് പാകിസ്ഥാന് അനുകൂലമാകാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങൾ മനസ്സിലാക്കണേ, ഈ ഒരു ഇഷ്യൂവായിട്ട് ബന്ധപ്പെട്ട് പാകിസ്ഥാൻ പൂർണ്ണമായിട്ട് നിശബ്ദമാണ്. എൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ പൂർണ്ണമായിട്ട് നിശബ്ദമായത്. അതായത് ഷിയ ഇസ്ലാമിക രാജ്യത്തെ അറ്റാക്ക് ചെയ്യുമ്പോൾ പാകിസ്ഥാൻ പൂർണ്ണമായിട്ട് നിശബ്ദമാണ്. മറ്റുള്ള രാജ്യങ്ങളൊക്കെ പേരിന് മാത്രമേ പറയുന്നുള്ളൂ. അതായത് ഒരു കാര്യം വളരെ കൃത്യമാണ്, അമേരിക്ക അറ്റാക്ക് ചെയ്യും. കാരണം അവർക്ക് പറ്റിയ ഒരു ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത് റഷ്യ ഉക്രൈനുമായിട്ട് എൻഗേജ്ഡാണ്. ചൈനയ്ക്ക്, കാരണം ചൈന വെനൂസിനെയൊക്കെ അടിച്ചുകൂടി ചൈനയെ കംപ്ലീറ്റ് ആയിട്ട് ഒറ്റപ്പെടുത്തുക. ഈ ഒരു സന്ദർഭത്തിൽ ഇറാനും കൂടെ ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലോബലായിട്ടുള്ള ഓയിൽ
അമേരിക്കയുടെ കൺട്രോളിലോട്ട് അങ്ങ് പോവുകയാണ്. അപ്പം അതിന് പറ്റിയുള്ള സാഹചര്യം മറ്റുള്ള ആരും ചോദിക്കാനില്ല. കാരണം അമേരിക്ക അവിടെ കയറി ബുൾഡോസ് ചെയ്തോട്ട് പുതിയ റിജീം മാറിയിട്ട് പുതിയ റിജീം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അതായത് വാർ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല, അല്ലെങ്കിൽ നല്ല കോൺഫ്ലിക്റ്റ് ആയിരിക്കും. ഇതിനെ അതിജീവിക്കാനുള്ള സംഭവങ്ങളൊന്നും ഇറാൻ്റെ കയ്യിലില്ല. അതാണ് അതിൻ്റെ പ്രധാനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇറാൻ പല നെഗോഷിയേറ്റ് ചെയ്യാം, ചർച്ച ചെയ്യാം എന്നുള്ള രീതിയിലോട്ട് മുന്നോട്ട് പോകുന്നത്. കാരണം അവിടുത്തെ പട്ടാളക്കാർ IRGC പോലും കൺഫ്യൂസ്ഡ് ആണ്. കാരണം ഒരു രാജ്യത്തെ ജനങ്ങളെയും പട്ടാളക്കാരെയും ഒരുമിച്ച് നിർത്തിയാൽ മാത്രമേ ഒരു വാറ് സക്സസ്ഫുള്ളി അത് പ്രിവെൻറ്റ് ചെയ്യാനും ഡിഫെൻസീവ് ആണെങ്കിലും ഒഫെൻസീവായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവിടെ ജനങ്ങൾ മുഴുവൻ അവർക്കെതിരാണ്. അതിൻ്റെ ഗ്രൗണ്ട് പിടിച്ചുകൊണ്ട് അവിടെയുള്ള പട്ടാളക്കാരും ഇറാൻ ഭരിക്കുന്ന എതിരാണ്. അപ്പം അതുകൊണ്ട് അമേരിക്കയ്ക്ക് ഇത് വളരെ സ്മൂത്തായിട്ടുള്ള കേക്ക് വാക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സ്മൂത്തായിട്ട് പോകും. ഇസ്രായേലിനെയും കൂടെ ഇൻ്റർവ്യൂൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഈ സംഭവം പൂർണ്ണമായിട്ടും ഇറാൻ ഭരണകൂടം തെറിക്കുമെന്നത് മാത്രമല്ല, ഇറാനിൽ ഒരു പുതിയ യുഗം ഉണ്ടാകാൻ പോവുകയാണ്. പക്ഷേ ഈ ഉണ്ടാകുന്ന സമയത്ത് തന്നെ UAEയിലാണെങ്കിലും സൗദിയിലാണെങ്കിലും മറ്റുള്ള അലയൻസ് പാർട്ട്നേഴ്സിൻ്റെ രാജ്യങ്ങളിലോട്ടും ഈ പറയുന്ന ഇറാൻ ബോംബുകളും അവർക്ക് എയർക്രാഫ്റ്റുകളൊന്നുമില്ല, ഇതേപോലുള്ള മിസൈലുകൾ ഫയർ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഈ രാജ്യങ്ങളിലൊക്കെ വന്ന് പതിക്കാനും ആൾക്കാർ കൊല്ലപ്പെടാനും, അതേപോലെ തന്നെ റിഫൈനറി, ഓയിൽ ബ്ലോക്സ് ഇവിടെയൊക്കെ ഇതൊക്കെ വന്ന് അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ പറ്റത്തില്ല. അതിനെ എങ്ങനെയാണ് അമേരിക്ക സഖ്യരാജ്യങ്ങളും അതിനെ ഓവർകം ചെയ്യുന്നത്, അതിൻ്റെ ഒരു ഹോംവർക്കിലാണ് ഈ പോകുന്ന ദിവസങ്ങളെല്ലാം കഴിഞ്ഞോട്ട്. കാരണം ഈ നല്ലൊരു ഹോംവർക്കിൽ കൂടി ചെയ്യാൻ പറ്റത്തുള്ളൂ. മറ്റുള്ള യുദ്ധക്കപ്പലുകളെല്ലാം അതിൻ്റെ സൈഡിൽ കൊണ്ടുവരിക, എന്നിട്ട് അറ്റാക്ക് ചെയ്ത് നശിപ്പിക്കുക. ഇതാണ് അവരുടെ പ്ലാൻ. അത് ആംബുഷ് ചെയ്യുക, ഇതാണ് പ്ലാൻ. നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. വരാനുള്ള 2-3 ദിവസങ്ങളിൽ അതിൻ്റെ ഏകദേശ റിസൾട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ.